Okay, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെപ്റ്റിക് ടാങ്കിന്റെയും സോക്ക് പിറ്റിന്റെയും എസ്റ്റിമേഷൻ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിന്റെ ആദ്യത്തെ 3 സ്റ്റെപ്പ് ആണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഇനി അതിന്റെ ബാക്കിയുള്ള സ്റ്റെപ്സ് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ 3 സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ അവസാനമായി നമ്മൾ ചെയ്തത് ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്ക് ഇൻ 1:4 സിമന്റ് മോട്ടാർ ഇൻ സെപ്റ്റിക് ടാങ്ക് ആണ്. അതായത് സെപ്റ്റിക് ടാങ്കിന്റെ ഈ ഒരു വാൾ വരുന്ന ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, അതാണ് നമ്മൾ ലാസ്റ്റ് ആയിട്ട് ചെയ്തത്. ഇനി നമുക്ക് അതിന്റെ ബാക്കി ചെയ്യാം. അപ്പോൾ ഇനി അടുത്തതെന്ന് പറയുന്നത് സെക്കൻഡ് ക്ലാസ് ബ്രിക്ക് വർക്ക് ഇൻ 1:6 സിമന്റ് മോട്ടാർ ഇൻ സോക്ക് പിറ്റ് ആണ്. ഓക്കെ, സെപ്റ്റിക് ടാങ്കിന് ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്കും സോക്ക് പിറ്റിൽ അത് സെക്കൻഡ് ക്ലാസ് ബ്രിക്ക് വർക്കും ആണ് ഇൻ 1:6 സിമന്റ് മോട്ടാർ. ഓക്കെ, അപ്പൊ നമ്മൾ സോക്ക് പിറ്റ് എടുക്കുമ്പോൾ നമുക്കറിയാം സോക്ക് പിറ്റിന്റെ ഷേപ്പ് സർക്കുലർ ഷേപ്പിലാണ് ഉള്ളത് അല്ലെ, നമ്മളിങ്ങനെ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതേപോലെ തന്നെ അതിന്റെ ബ്രിക്ക് വർക്ക് നോക്കുകയാണെങ്കിൽ അപ്പർ പോർഷനും ഉണ്ട് ലോവർ പോർഷനും ഉണ്ട്. അപ്പൊ അത് രണ്ടും രണ്ട് രീതിയിലാണ് കൊടുത്തേക്കുന്നത്, കണ്ടില്ലേ? അപ്പൊ നമ്മൾ അങ്ങനെ തന്നെ വേണം എസ്റ്റിമേഷൻ ചെയ്യാൻ വേണ്ടി. ഇതേപോലെ അപ്പർ പോർഷൻ ലോവർ പോർഷൻ എന്ന് തന്നെ പറഞ്ഞിട്ട് എടുക്കുക. അപ്പൊ ആദ്യം നമുക്ക് അപ്പർ പോർഷൻ ചെയ്യാം. അപ്പം സർക്കുലർ ഷേപ്പിലാണ്, നമ്പർ 1 ആണ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് വേണ്ടത് ലെങ്ത് ബ്രെഡ്ത്ത് ഹൈറ്റ്, അതാണ് ഇനി നമുക്ക് വേണ്ടത്. അപ്പോ ഈ ഫിഗർ നോക്കിയാൽ കാണാം, ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് സെക്കൻഡ് ക്ലാസ് ബ്രിക്ക് വർക്ക് ആണ്. അതായത് ഈ സംഭവം ഇതതിന്റെ പ്ലാൻ ആണ്, ഇവിടെ സെക്ഷൻ ഉണ്ട്. അപ്പം ഈ ഒരു ഐറ്റത്തിന്റെ എസ്റ്റിമേഷൻ ആണ് ചെയ്യുന്നത്, ഈ ഹാച്ച് ഇട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പൊ അപ്പർ പോർഷൻ എന്ന് പറയുമ്പം ഈ മുകളിലേക്കുള്ള ഈ പോർഷനും ലോവർ പോർഷൻ എന്ന് പറയുമ്പം ഇതുമാണ് വരിക. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാലോ ഇതിന്റെ ഷേപ്പ് എങ്ങനെയാണ്, സർക്കുലർ ഷേപ്പിലാണ് അല്ലെ. സർക്കുലർ ഷേപ്പിലാവുമ്പോൾ തന്നെ ഈ ഹാച്ച് ചെയ്ത് വെച്ചേക്കുന്ന ഇത്രയും പോർഷൻ അതിന്റെ ക്വാണ്ടിറ്റി ആണ് നമുക്ക് വേണ്ടത്. അതായത് ഈ സർക്കിളിന്റെ സർക്കംഫറൻസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മൊത്തം ഈ ഒരു ലെങ്ത് കിട്ടും, ആ ഒരു രീതിയിൽ. അപ്പോൾ അതിനുള്ള ഇക്വേഷൻ ആണ്, സർക്കിളിന്റെ സർക്കംഫറൻസ് കാണാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ ആണ് പൈ ഇൻറ്റു ഡി എന്ന് പറയുന്നത്. ഓക്കെ, പൈ ഇൻറ്റു ഡി എന്ന് പറയുന്ന ഈ ഇക്വേഷൻ. അപ്പൊ ആ ഇക്വേഷൻ ആണ് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ സെപ്റ്റിക് ടാങ്കിന്റെ ഇവിടെ ചെയ്തപ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ചെയ്തത് πd²/4 ആണ്. ഏരിയ വൈസ് എടുത്ത് എർത്ത് വർക്ക് എക്സ്കാവേഷൻ എന്ന് പറയുമ്പോൾ ഫുൾ ഏരിയയിൽ പോകുന്നതുകൊണ്ട് അവിടെ നമ്മൾ πd²/4 എടുത്തു. പക്ഷെ സൂപ്പർ സ്ട്രക്ചർ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ഇതാ കാണാലോ, ഓരോ സർക്കിളും ഡിഫറെന്റ് ആയിട്ട് തന്നെയല്ലേ എടുക്കണ്ടേ. മൊത്തം ഏരിയ വേണ്ടല്ലോ, നമുക്ക് ഈ ഒരു പോർഷൻ മാത്രം മതിയല്ലോ. അപ്പോൾ പൈ ഇൻറ്റു ഡി, അതിന്റെ സർക്കംഫറൻസ് വരുന്ന ആ ഒരു ഇക്വേഷൻ. അപ്പോൾ ഈ ഡി എന്ന് പറയുമ്പോഴും നമ്മൾ അതിന്റെ മീൻ സർക്കംഫറൻസ് ആണ് എടുക്കേണ്ടത്, ഒറ്റയടിക്ക് കിട്ടുന്ന ഫുൾ ആയിട്ട് അങ്ങോട്ട് എടുക്കരുത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഡി ആണ് ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പൈ ഇൻറ്റു ഡി ആണല്ലോ. അപ്പോൾ ഇതാ നമ്മുടെ ഫിഗർ എടുക്കുക, ഇതാണ് നമ്മുടെ പ്ലാൻ അല്ലേ. അപ്പൊ അതിന്റെ ഉള്ളിലത്തെ ഈ ഒരു സർക്കുലർ പോർഷന്റെ ഡയമീറ്റർ 100 ആണെന്ന് നമുക്കറിയാം, തന്നിട്ടുണ്ട്. പിന്നെ അവിടുന്ന് ഈ ഔട്ടർ വരെയുള്ള ഇവിടേക്ക് ഒരു സൈഡിലേക്ക് 20 ആണ്, മറ്റേ സൈഡിലേക്ക് 20 ആണ്. അപ്പം 20 + 20 വരും ഈ ഒരു പോർഷൻ മാത്രം. അപ്പൊ അതിന്റെ മീൻ എന്ന് പറയുമ്പം 20 + 20/2 എന്ന് വെച്ചാൽ 20 തന്നെയാണ് വരിക. അപ്പൊ ഡയമീറ്റർ എന്ന് പറയുന്നത് 1.2 തന്നെ ആയിരിക്കും. ഓക്കെ, ഇതാ ഈ ഫിഗർ എടുത്ത് നോക്കുമ്പോൾ കാണാം, ഇവിടെ തന്നിട്ടുണ്ട് നമുക്ക് 100 സെന്റിമീറ്റർ ആണ് ഡയമീറ്റർ എന്ന് തന്നിട്ടുണ്ടല്ലോ. പിന്നെ അതാ ഇപ്പുറത്തും 20 ഉണ്ട്, ഇപ്പുറത്തെ സൈഡിലും നമുക്ക് 20 ഉണ്ട്. അപ്പൊ അതിന്റെ മീനാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അത് വിട്ടു പോകരുത് കേട്ടോ, മീനാണ് എടുക്കുന്നത് എന്നുള്ള കാര്യം അത് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഡയമീറ്റർ ഡി = എത്രയായിരിക്കും, 100 അല്ലേ. 100 + 40/2. ഓക്കെ, 100 + 40/2 = 120 സെന്റിമീറ്റേഴ്സ്. അത്രയായിരിക്കും നമ്മുടെ പൈ ഇൻറ്റു ഡി എന്ന് പറഞ്ഞിട്ട് ആ ലെങ്ത്തിന്റെ അവിടെ എഴുതാനുള്ള ആ ഒരു വാല്യൂ. അപ്പോൾ ഡി എന്താണ്, നമ്മളിപ്പോൾ ഡി കണ്ടുപിടിച്ചില്ലേ, 120 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമുക്ക് ഡിക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡി =
1.20 meters ആയിരിക്കും. അപ്പോൾ അത് പൈ ഇൻറ്റു ഡി എന്ന് പറയുന്ന ടേം നമുക്ക് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡ്ത്തും ഹൈറ്റും ആണ്. അപ്പോൾ ബ്രെഡ്ത്തും നമുക്കറിയാലോ, ദേ നമ്മുടെ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഈ ആദ്യത്തെ സർക്കിളിന്റെ ബ്രെഡ്ത്ത് 20 സെന്റിമീറ്റർ അല്ലേ. അപ്പോൾ ബ്രെഡ്ത്ത് 0.2 മീറ്റർ. ഇനി വേണ്ടത് നമുക്ക് ഹൈറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഹൈറ്റ് എടുക്കുമ്പോൾ ഫിഗർ നോക്കുക. അപ്പൊ അപ്പർ പോർഷനിൽ കണ്ടോ സെക്കൻഡ് ക്ലാസ് ബ്രിക്ക് വർക്ക് ഉള്ളത് ഈ മുകളിലാണ്. ഈ ചെരിച്ചിട്ടേക്കുന്ന ഹാഷ് നോക്കിയാൽ മതി അല്ലേ. താഴെ എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്തും. അപ്പോൾ ആ ഹൈറ്റ് വേണം നമ്മൾ എടുക്കാൻ. ഒറ്റയടിക്ക് മൊത്തം ഹൈറ്റ് എടുക്കരുത് കേട്ടോ, കാരണം ഇവിടെ ഹാച്ച് ചെയ്ത് വെച്ചേക്കുന്ന തന്നെ കണ്ടാൽ മതി. അത് സെക്കൻഡ് ക്ലാസ് ബ്രിക്ക് വർക്ക് 1:6 വരുന്നതല്ല, അത് വേറെയാണ്. ഒരേപോലത്തെ ഹാച്ച് വരുന്നത് നിങ്ങൾ നോക്കിയാൽ മതി. അപ്പൊ കണ്ടല്ലോ, മുകളില് ഇവിടെയാണ് വരുന്നത്, താഴെ ഈ ഭാഗത്തും. അപ്പൊ മുകളിലത്തെ ഈ ഹൈറ്റ് വേണം നമുക്ക് എടുക്കാൻ. ഓക്കെ, അവിടുത്തെ ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 50 സെന്റിമീറ്റർ ആണ് എന്നുള്ളത്. അപ്പൊ അതെന്ത് ചെയ്യാ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 50 സെന്റിമീറ്റർ ആണ്. അപ്പോൾ 0.50 മീറ്റർ. ആൻഡ് ടോട്ടൽ ക്വാണ്ടിറ്റി ഈക്വൽ ടു 3 കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 0.38 ക്യൂബിക് മീറ്റേഴ്സ് എന്ന് കിട്ടും. ഓക്കെ, ഇനി അതേപോലെ നമുക്ക് ലോവർ പോർഷൻ ചെയ്യാം. ലോവർ പോർഷനും സർക്കുലർ ഷേപ്പിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ പൈ ഇൻറ്റു ഡി അത് തന്നെയാണ് നമ്മുടെ ഇക്വേഷനും. അപ്പൊ അത് ഡിന്റെ വാല്യൂ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചതാണ് 1.20. അപ്പൊ അവിടെ അതേപോലെ തന്നെ എഴുതാം. പൈ ഇൻറ്റു ഡി എന്ന് പറയുമ്പോൾ അത് നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. ഇനി വേണ്ടത് എന്താ, നമ്മുടെ വിട്ടും ഹൈറ്റും. അപ്പൊ നമുക്ക് ഫിഗർ നോക്കുമ്പോ കാണാലോ, മുകളിലത്തതിന്റെയും ഇതിന്റെയും വിട്ട് സെയിം തന്നെയല്ലേ. അപ്പൊ 20 സെന്റിമീറ്റർ തന്നെയാണ് അതിന്റെ വിട്ട്. അപ്പോൾ 0.20 മീറ്റർ. ഇനി നമുക്ക് വേണ്ടത് ഹൈറ്റ് ആണ്. ഹൈറ്റും ദേ നമുക്ക് ഫിഗറിൽ തന്നിട്ടുണ്ട്. ഈ ഒരു പോർഷനിൽ 20 സെന്റിമീറ്റർ ആണ് അതിന്റെ ഹൈറ്റ് എന്ന്. ഇവിടെ കണ്ടോ 20 സെന്റിമീറ്റർ. ഇപ്പൊ ഇതിൽ കാണിക്കാം. ഈ ഒരു പോർഷൻ ആണ് ലോവർ പോർഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 20 സെന്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പർ പോർഷനിൽ എന്ന് പറയുമ്പോൾ ഈ ഒരു പോർഷനും, അപ്പർ പോർഷനിൽ സെക്കൻഡ് ക്ലാസ് ബ്രിക്ക് വർക്ക് വരുന്നത് ഇവിടെയുമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വിട്ട് കൊടുക്കാം 0.20 മീറ്റർ. ആൻഡ് ക്വാണ്ടിറ്റി ഈക്വൽ ടു 3 കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.15 ക്യൂബിക് മീറ്റേഴ്സ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് എഴുതാം, രണ്ടും കൂടി കൂട്ടിയിട്ട് ടോട്ടൽ ക്വാണ്ടിറ്റി എഴുതാം. ടോട്ടൽ ക്വാണ്ടിറ്റി ഈസ് ഈക്വൽ ടു 0.53 ക്യൂബിക് മീറ്റേഴ്സ്. ഓക്കെ, അതാണ് നമ്മുടെ ടോട്ടൽ ക്വാണ്ടിറ്റി. ഇനി നമുക്ക് അടുത്തത് ചെയ്യാം. അടുത്ത ഐറ്റം ആണ് സെക്കൻഡ് ക്ലാസ് ഡ്രൈ ബ്രിക്ക് വർക്ക് ഇൻ സോക്ക് പിറ്റ്. സോക്ക് പിറ്റിന്റെ തന്നെയാണ് സെക്കൻഡ് ക്ലാസ് ഡ്രൈ ബ്രിക്ക് വർക്ക്. ഇതാ ഈ ഫിഗർ നോക്കുമ്പോൾ കാണാം, ഇങ്ങനെ ഈ ഹൊറിസോണ്ടൽ ഷേപ്പിലുള്ള ഹാച്ച് കാണിച്ചേക്കുന്നത് കണ്ടോ. ഇതാണ് സെക്കൻഡ് ക്ലാസ് ഡ്രൈ ബ്രിക്ക് വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, മുകളിലുള്ളത് വേറെയായിരുന്നു, അത് 1:6 മോട്ടാർ വെച്ചിട്ടുള്ളതായിരുന്നു. ഇത് ഡ്രൈ ബ്രിക്ക് വർക്കാണ്. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെയാണ് ഫിഗർ വരുന്നതെങ്കിൽ അപ്പർ പോർഷൻ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഈ ഫുൾ ലെങ്ത് എടുക്കരുത്. ഒരേപോലത്തെ ഇത് കാണിച്ചിട്ടുണ്ടല്ലോ, ഡയമെൻഷൻ എല്ലാം ചെയ്തിട്ടുണ്ടല്ലോ. ഏത് ബ്രിക്ക് വർക്കാണ്, ഇവിടെ തന്നെ ചെയ്തിട്ടുണ്ട് കണ്ടോ. ബ്രിക്ക് വർക്ക് വിത്ത് 1:6 സിമന്റ് മോട്ടാറിന് മുകളിലും കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ബ്രിക്ക് വർക്ക് വിത്ത് 1:6 സിമന്റ് മോട്ടാറിന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് നോക്കിയിട്ട് തന്നെ കറക്റ്റ് ആയിട്ട് എടുക്കണം, മാറിപ്പോവരുത്. ഓക്കെ, അപ്പൊ ഈ പോർഷനാണ് എന്ത്, ഇങ്ങനെ കാണിച്ചേക്കുന്ന ഈ പോർഷനാണ് സെക്കൻഡ് ക്ലാസ് ഡ്രൈ ബ്രിക്ക് വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് അങ്ങനെ എഴുതാം, സെക്കൻഡ് ക്ലാസ് ഡ്രൈ ബ്രിക്ക് വർക്ക് ഇൻ സോക്ക് പിറ്റ്. നമ്പർ 1 തന്നെയാണ്. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ സർക്കുലർ ഷേപ്പിലാണ്. അപ്പൊ അതിന്റെ സർക്കംഫറൻസ് കാണാനുള്ള ഇക്വേഷൻ എന്ത് തന്നെയായിരിക്കും, പൈ ഇൻറ്റു ഡി തന്നെയാണ് വരിക. പിന്നെ അതേപോലെ ഇതിപ്പം ഇതിന്റെ മുകളിലാണെന്നേ ഉള്ളൂ. ഇത് കണ്ടോ, ഈ താഴത്തെ 1:6 സിമന്റ് മോട്ടാർ കഴിഞ്ഞിട്ട് അതിന്റെ തൊട്ട് മുകളില് ഈ 250 ഹൈറ്റില് ഡ്രൈ ബ്രിക്ക് വർക്ക്, പിന്നെയും അതിന്റെ മുകളില് 1:6 പിന്നെയും ആ ബ്രിക്ക് വർക്ക്, അങ്ങനെയാ വരുന്നത്. അപ്പൊ അതിന്റെ ഡയമീറ്റർ എത്ര തന്നെയാണ്, സെയിം തന്നെയാണ് അല്ലെ. ഇവിടെ കാണിച്ചേക്കുന്നുണ്ടോ 100 20 20. അപ്പൊ അത് സെയിം തന്നെയാണ് വരുന്നത്, ഡി എന്ന് പറയുന്ന വാല്യൂ. ഓക്കെ,
അപ്പൊ നമുക്ക് എന്ത് എഴുതാം? പൈ ഇൻറ്റു ഡി എന്ന് പറയുമ്പോൾ പൈ ഇൻറ്റു ഡിന്റെ വാല്യൂ സെയിം തന്നെയാണ് 1.20. ഇനി അതേപോലെ ഇനി നമുക്ക് അടുത്തത് വേണ്ടത് എന്താ? ബ്രെഡ്ത്ത് ആണ്. ബ്രെഡ്ത്തും സെയിം തന്നെയല്ലേ? ആ 20 സെന്റിമീറ്ററിന്റെ അതിന്റെ തന്നെ മുകളിലാണ് കൊടുത്തു പോയേക്കുന്നത്. അപ്പൊ അത് 0.20 മീറ്റർ ആണ്. ഇനി നമുക്ക് വേണ്ടത് ഹൈറ്റ് ആണ്. അത് ദേ നമുക്ക് ഫിഗറിൽ തന്നെ തന്നിട്ടുണ്ട്. ഡ്രൈ ബ്രിക്ക് വർക്ക് ഇവിടുന്ന് തുടങ്ങി ഇവിടെ വരെയുള്ള ഹൈറ്റ് 250 സെന്റിമീറ്റേഴ്സ് എന്ന് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ ഹൈറ്റും നമുക്ക് നേരെ അതിൽ നിന്ന് എടുത്തെഴുതാം. ഹൈറ്റ് എത്രയായിരിക്കും? 2.50 meters. So total quantity equal to 1.88 cubic meters. Okay, അത്രയാണ് അതിന്റെ ക്വാണ്ടിറ്റി വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഐറ്റം നോക്കാം. അടുത്തതാണ് ആറാമത്തേത്. പ്രീകാസ്റ്റ് RC work finished smooth including steel reinforcement complete laid in position. ഓക്കെ, അപ്പൊ അതെന്ന് പറയുമ്പോൾ അത് സെപ്റ്റിക് ടാങ്കിനും ഉണ്ട് സോക്പിറ്റിനും ഉണ്ട്. അതായത് നമ്മുടെ റൂഫിന്റെ സ്ലാബ് ആണ്. ഫിഗറിൽ നമുക്കറിയാലോ. ഇപ്പൊ നമ്മൾ ഏറ്റവും താഴത്തെ ഫ്ലോറിന്റെ പോർഷൻ കഴിഞ്ഞു, അതിന്റെ മുകളിലുള്ള ഈ ബ്രിക്ക് വർക്കിന്റെ പോർഷൻ കഴിഞ്ഞു. പിന്നെ ഇനി അതിന്റെ മുകളിൽ വരുന്നത് എന്താണ്? റൂഫാണ്. അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോണത് അതാണ്. അപ്പൊ അത് സെപ്റ്റിക് ടാങ്കിനും ഉണ്ട് സോക്പിറ്റിനും ഉണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. അതിന്റെ തിക്നെസ്സും കാര്യങ്ങളും എല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് സെപ്റ്റിക് ടാങ്കിന്റെ ചെയ്യാം. അപ്പൊ ഡിസ്ക്രിപ്ഷനിൽ എഴുതാം റൂഫ് കവർ സ്ലാബ് ഓഫ് സെപ്റ്റിക് ടാങ്ക്. റൂഫ് കവർ സ്ലാബ് ഓഫ് സെപ്റ്റിക് ടാങ്ക് ആണ്. അപ്പൊ നമുക്കറിയാം അതിന്റെ നമ്പർ എത്ര തന്നെയായിരിക്കും? 1 തന്നെയാണ്. ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്. അത് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് വേണ്ടത് ലെങ്ത് ആണ്. റൂഫ് കവർ സ്ലാബിന്റെ ലെങ്ത്. അപ്പൊ നമുക്ക് ഫിഗർ എടുക്കാം. അപ്പൊ നമുക്കറിയാലോ നമ്മൾ ഇതിന്റെ മുകളിലാണ് അല്ലേ? ഇന്നിങ്ങനെ നമ്മൾ ഫുൾ ആദ്യം നമ്മുടെ ബ്രിക്ക് വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിന്റെ മുകളിലാണ് നമ്മളിപ്പോ റൂഫ് കൊടുക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? എല്ലാ ഡയമെൻഷൻസും കൂട്ടി നോക്കാം. അപ്പൊ ആദ്യം നമുക്കറിയാം ഈ ഇന്നർ ഡയമെൻഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 200. അപ്പോ 200 പ്ലസ് പിന്നെ ഉള്ളതോ ഒരു സൈഡിലേക്കുള്ള ഈ ഒരു ഡയമെൻഷൻ എന്ന് പറയുന്നത് 20 ആണ്. അതേപോലെ ഇപ്പുറത്തെ സൈഡിലും ഉണ്ട്. അപ്പോ 200 പ്ലസ് 20 പ്ലസ് 20 ഈക്വൽ ടു 240. അതിന്റെ അത്രയും പോർഷന്റെ മുകളിലേക്കാണ് നമുക്ക് റൂഫ് സ്ലാബ് വരുന്നത്. ഓക്കെ, മൊത്തമായിട്ടുള്ള അതിന്റെ കൂടെ 30 ഒന്നും കൂട്ടണ്ട. ഇത്രയും പോർഷൻ അല്ലേ ശരിക്കും നമ്മൾ മെയിൻ ആയിട്ട് കവർ ചെയ്യണ്ടു. ഈ മുകളിലത്തെ ഭാഗം കണ്ടോ? ഫിഗറിന്റെ മുകളിലത്തെ പോർഷൻ കണ്ടാൽ മനസ്സിലാവുമല്ലോ. നമുക്ക് അത്രയും പോർഷൻ ആണ് കവർ ചെയ്യണ്ടു. അതിന്റെ താഴേക്കല്ലേ ശരിക്കും സെപ്റ്റിക് ടാങ്കിന്റെ കുഴി വരുന്നത്. ഇപ്പൊ മെയിൻ റൂഫ് എന്ന് പറയുന്നത് ഈ ലെങ്ത് മുതൽ ഈ ലെങ്ത് വരെ ആയിരിക്കും. അപ്പൊ എത്രയാണ് വരിക? 200 പ്ലസ് ഇവിടുത്തെ 20 പ്ലസ് ഇവിടുത്തെ 20 ഈക്വൽ ടു 240 സെന്റിമീറ്റർ. അപ്പൊ ലെങ്ത് ഇസ് ഈക്വൽ ടു എഴുതാം 200 പ്ലസ് 20 പ്ലസ് 20 ഈക്വൽ ടു 240 centimeters. So length is equal to 2.4 meter. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡ്ത്ത് ആണ്. അപ്പൊ ബ്രെഡ്ത്തും ഇതേപോലെ നമ്മുടെ ഫിഗർ നോക്കാം. അപ്പൊ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാലോ. ഇങ്ങനെ ഇപ്പൊ ഇതിൽ ഈ കറുത്തായിട്ട് കാണുന്നതാണ് നമ്മുടെ സെപ്റ്റിക് ടാങ്കിന്റെ കുഴി. ഇതാണ് നമ്മുടെ അതിന്റെ ഏറ്റവും ആദ്യം കാണുന്ന ഇന്നർ വാള്. അതിന്റെ മുകളിലാണ് എന്താ സെപ്റ്റിക് ടാങ്ക് കവർ ചെയ്ത് നിൽക്കുന്നത്. അപ്പൊ അത്രയും ഡയമെൻഷൻ നമുക്ക് കിട്ടിയാൽ മതിയല്ലോ. അപ്പൊ നമുക്കറിയാം ഇന്നറിൽ വരുന്ന വെർട്ടിക്കൽ ഡയമെൻഷൻ എന്ന് പറയുന്നത് 90 ആണ്. 90 പ്ലസ് പിന്നെ നമ്മുടെ ഈ ഒരു വാളിന്റെ തിക്നെസ് 20 അല്ലേ വരുന്നത്. ഇപ്പുറത്തെ സൈഡിലും എന്തുണ്ട്? അതേപോലെ 20 സെന്റിമീറ്റർ വരുന്നുണ്ട്. ഈ സൈഡിലും 20 സെന്റിമീറ്ററിന്റെ വാളുണ്ട്. അപ്പൊ മൊത്തം ഈ വെർട്ടിക്കൽ ലെങ്ത് എത്രയാ അല്ലെങ്കിൽ ബ്രെഡ്ത്ത് എത്രയാ? 90 പ്ലസ് 20 പ്ലസ് 20 അല്ലേ? അപ്പൊ നമുക്ക് ബ്രെഡ്ത്ത് എഴുതാം. 90
plus 20 plus 20 equal to 130 centimeters. ഓക്കെ, സോ നമുക്ക് ബ്രെഡ്ത്തിലേക്ക് മാറ്റി എഴുതാം. അത് 1.3 മീറ്റർ ആണ്. നിങ്ങൾ എടുക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ ഈ ഫിഗർ ഓർത്താൽ മതി. ഇപ്പൊ ഇതാണ് നമ്മുടെ സെപ്റ്റിക് ടാങ്കിന്റെ കുഴിയെങ്കിൽ അതിന്റെ തൊട്ട് ഇപ്പുറത്ത് തന്നെ ഇങ്ങനെ ഒരു വാളും ഉണ്ട്. അത് കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ സ്ലാബ് കൊടുക്കുന്നത്. അപ്പം ഈ ഹൊറിസോണ്ടൽ ലെങ്ത്തിന്റെ കൂടെയും ഈ രണ്ട് വാൾ തിക്നെസ്സും കൂട്ടാം, വെർട്ടിക്കൽ തിക്നെസിന്റെ കൂടെയും ഈ രണ്ട് സൈഡിലത്തെയും വാൾ തിക്നെസ് കൂട്ടാം. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് അതിന്റെ ഹൈറ്റ് ആണ്. ഹൈറ്റ് അപ്പം നമുക്ക് ഓൾറെഡി നമ്മുടെ ഫിഗറിൽ തന്നിട്ടുള്ളതാണ്. സ്ലാബിന്റെ തിക്നെസ് അല്ലെങ്കിൽ ഹൈറ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്, കണ്ടോ? 7.5 സെന്റിമീറ്റർ RCC സ്ലാബ് ആണ്. അപ്പൊ തിക്നെസ് എത്രയാണ്? 7.5 സെന്റിമീറ്റേഴ്സ്. സോ 0.075 മീറ്റേഴ്സ്. ഓക്കെ, അത് വേണമെങ്കിൽ നമുക്ക് എക്സ്പ്ലനേറ്ററി നോട്ടിൽ ഇപ്പുറത്ത് വേണമെങ്കിൽ എഴുതി വെക്കാം കേട്ടോ. 7.5 centimeter thickness. Okay, so the quantity equal to 0.234 cubic meters. അതാണ് നമ്മുടെ സെപ്റ്റിക് ടാങ്കിന്റെ റൂഫ് കവർ. ഇനി അതേപോലെ എന്തുണ്ട്? നമുക്ക് സോക്ക് പിറ്റിനും റൂഫ് കവർ ഉണ്ട്. അപ്പൊ എഴുതാം റൂഫ് കവർ സ്ലാബ് ഓഫ് സോക്ക് പിറ്റ്. അതാണ് നമ്മുടെ അടുത്ത ഡിസ്ക്രിപ്ഷൻ. റൂഫ് കവർ സ്ലാബ് ഓഫ് സോക്ക് പിറ്റ്, അതിന്റെയും നമ്പർ 1 ആണ്. പിന്നെ നമുക്കറിയാം സോക്ക് പിറ്റ് സർക്കുലാർ ഷേപ്പിലാണുള്ളത്. അപ്പൊ സർക്കുലാർ ഷേപ്പില് അതിന്റെ മുകളിലാണ് നമ്മൾ ഇനി എന്ത് ചെയ്യുന്നത്? അതായത് ഇപ്പൊ നമ്മുടെ സർക്കുലാർ ഷേപ്പ് ആണെങ്കിൽ ഇതിന്റെ മുകളിലാണ് നമ്മൾ റൂഫ് വെക്കുന്നത്. അപ്പൊ റൂഫിന്റെ ഷേപ്പും എന്താ? സർക്കുലാർ ഷേപ്പ് തന്നെയാണ്. അപ്പൊ അത് ഈ ഫുൾ ഏരിയ അറിയണ്ടേ മൊത്തം? ഇതാണ് നമ്മുടെ സെപ്റ്റിക് ടാങ്കിന്റെ കുഴി, അതും കവർ ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പൊ അതിന്റെ മൊത്തം സർക്കിളിന്റെ ഏരിയ ആണ് അപ്പൊ നമുക്ക് വേണ്ടത്. അപ്പൊ അതിനുള്ള ഇക്വേഷൻ എന്താണ്? πd²/4. ആ ഇക്വേഷൻ ആണ് അപ്പൊ അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യണത്, πd²/4. അപ്പൊ ഇനി നമുക്ക് ആ ഡി വാല്യൂ അറിയണം അല്ലെ? അപ്പൊ നമുക്കറിയാം, നമ്മുടെ ഫിഗർ എടുത്ത് നോക്കിക്കഴിഞ്ഞാല് ഇതാണ് നമ്മുടെ സെപ്റ്റിക് ടാങ്കിന്റെ മെയിൻ ആയിട്ടുള്ള ആ ഒരു എക്സ്കവേറ്റഡ് ആയിട്ടുള്ള ഏരിയ. അതിന്റെ തൊട്ടടുത്തതായി ഇങ്ങനത്തെ ഇന്നർ വാൾ ഉണ്ട്. അതിനെ കവർ ചെയ്തിട്ടായിരിക്കും എന്ത് നിൽക്കുന്നത്? നമ്മുടെ സ്ലാബ് നിൽക്കുന്നത്. അപ്പോ ഡയമീറ്റർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇന്നർ ഡയമീറ്റർ നമുക്കറിയാം 100 ആണ്, പ്ലസ് ഈ രണ്ട് സൈഡിന്റെയും തിക്നെസ് 20 + 20. ഓക്കെ, അപ്പൊ ഡയമീറ്റർ 140 തന്നെ. അപ്പൊ നമുക്ക് എഴുതാം D is equal to 100 + 20 + 20 equal to 140 centimeters. ഓക്കെ, അതാണ് നമ്മുടെ ഡി. അപ്പൊ നമുക്ക് അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് πd²/4 ആണ് നമ്മുടെ ഇക്വേഷൻ. അത് നിങ്ങൾ ഇക്വേഷൻ എന്തായാലും എഴുതണേ. അതിന്റെ താഴെ ഇങ്ങനെ എന്നിട്ട് ഇത് മാറ്റി എഴുതിയാൽ മതി. അപ്പൊ π × d² എന്ന് പറയുമ്പോൾ 140 സെന്റിമീറ്റർ ആണ്. അപ്പൊ 1.40² / 4. ഓക്കെ, പിന്നെ അതേപോലെ സർക്കുലർ ഷേപ്പിലല്ലേ അത് വരുന്നത്? ഏരിയ അല്ലേ നമ്മൾ എടുക്കുന്നത്? മൊത്തം ഏരിയ ആയതുകൊണ്ട് നമുക്കിനി അതിന്റെ ബ്രെഡ്ത്ത് വേണ്ട. ഇനി നമുക്ക് എന്ത് മതി? ഇനി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഹൈറ്റ് ആണ്. നമ്മൾ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കിനി ഹൈറ്റ് ആണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഫിഗർ നോക്കുമ്പോൾ അറിയാം സെപ്റ്റിക് ടാങ്കിന്റെയും റൂഫ് സ്ലാബിന്റെ തിക്നെസ് 7.5 സെന്റിമീറ്റേഴ്സ് തന്നെയാണ്. അപ്പോൾ 0.075 meters. Okay, so the total quantity equal to 0.115 cubic meters. Okay, അതായിരിക്കും ആ ക്വാണ്ടിറ്റി. അത് കഴിഞ്ഞ് ഇനി നമ്മൾ ഫിഗർ നോക്കുക. അടുത്തത് നമുക്ക് എന്താണ് ചെയ്യാനുള്ളതെന്ന്. അപ്പൊ നമ്മുടെ ഫിഗർ എടുത്തു കഴിഞ്ഞാല് ഇവിടെ കണ്ടോ ഇങ്ങനെ ഒരു വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു സംഭവം. എന്താ ഇതിനെയാണ് നമ്മൾ ബാഫിൾ വാൾ എന്ന് പറയുന്നത്. അത് മെയിൻ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മളിവിടെ ഇൻലെറ്റ് കണ്ടോ, നമ്മുടെ ടോയ്ലറ്റിൽ നിന്നൊക്കെയുള്ള വേസ്റ്റ് വാട്ടർ ഈ ഇൻലെറ്റിൽ കൂടി ഒഴുകിയിട്ട് ഇങ്ങോട്ടാണ് വരുന്നത് അല്ലെ? അപ്പൊ അത് നേരെ ഈ കുഴിയിലേക്ക് വെള്ളം വന്ന് നിറയാണ്. അപ്പൊ ഒരു വാട്ടറിന് നല്ലൊരു ഫ്ലോ ഉണ്ടാവുമല്ലോ. ആ ഫ്ലോയിനെ ഒന്ന്
എന്താ പറയാ, അപ്പൊ ആ വേവ്സിന് ഉണ്ടാവുന്ന ആ ഒരു ഭയങ്കര ഫോഴ്സ് ഒക്കെ ഒന്ന് കുറച്ച് അതിനെ ഒന്ന് തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബാഫിൾ വാൾസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു ബാരിയർ പോലെ ഒറ്റയടിക്ക് ഇങ്ങനെ ഭയങ്കര ഫ്ലോ ഉണ്ടാവാതെ. അപ്പൊ അത് നേരെ എന്താവും, ഈ വെള്ളം ഇവിടെ വന്നൊന്ന് ഇടിച്ചിട്ട് അതിന്റെ ആ ഫോഴ്സ് ഒന്ന് ഒരു ലെവലിലായി കിട്ടും. അപ്പൊ മെയിൻ ആയിട്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബാഫിൾ വാൾസ് സെപ്റ്റിക് ടാങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അടുത്ത നമ്മൾ നോക്കേണ്ടത് അതിന്റെ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, അപ്പൊ ഡിസ്ക്രിപ്ഷനിൽ എഴുതാം ബാഫിൾ വാൾ ഇൻ സെപ്റ്റിക് ടാങ്ക്. ഓക്കെ, ബാഫിൾ വാൾ ഇൻ സെപ്റ്റിക് ടാങ്ക്, അതിന്റെ നമ്പേഴ്സ് നമുക്കറിയാം 1 ആണ്. ഇനി വേണ്ടത് അതിന്റെ ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്, അതെല്ലാം നമുക്ക് ആ ഫിഗറിൽ തന്നെ തന്നിട്ടുണ്ട്. ഓക്കെ, ഫിഗറിൽ തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ലെങ്ത് എന്ന് പറയുമ്പം ഈ കുഞ്ഞി പോർഷൻ ആയിരിക്കും കേട്ടോ, താഴെയുള്ള പോർഷൻ ഇതിൽ കാണിച്ചു തരാം. അപ്പം ഇതാണ് ബാഫിൾ വാൾ ആണെങ്കിൽ ലെങ്ത് എന്ന് പറയുന്നത് ഈ ഒരു പോർഷൻ ആണ് അതിന്റെ ലെങ്ത്. അത് സോറി, അതല്ല ലെങ്ത്, മാറിപ്പോയി. അതിന്റെ ലെങ്ത് 1 മീറ്റർ ആണ് വരിക. അത് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നതാണ്. എവിടെ പോയി, ഇവിടെ വരിണ്ടായിരുന്നല്ലോ, അയ്യോ. ഓക്കെ, സോറി, ബാഫിൾ വാളിന്റെ ലെങ്ത് നമ്മൾ തന്നിട്ടില്ല, നമ്മൾ ശരിക്കും കണ്ടുപിടിക്കണം. അതായത് നമ്മുടെ പ്ലാൻ നോക്കാം, ഇവിടെ ബാഫിൾ വാൾ കാണിച്ചിട്ടുണ്ട് സെക്ഷനിൽ, അതേപോലെ ഇതേ കണ്ടോ പ്ലാനില് ഇവിടെ ഈ കാണുന്നതാണ് നമ്മുടെ ബാഫിൾ വാൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് കൊടുത്തേക്കുന്ന ലെങ്ത് എന്ന് പറയുന്നത് കണ്ടോ, ഈ 90 സെന്റിമീറ്റർ ഇന്നറിലുള്ള ഈ വെർട്ടിക്കൽ ലെങ്ത് കണ്ടില്ലേ, ആ ഫുൾ ലെങ്തിലാണ് നമ്മുടെ ബാഫിൾ വാളും കൊടുത്തു പോയിരിക്കുന്നത്. ഓക്കെ, അപ്പം 90 എന്താണെങ്കിലും ഉണ്ട്. പിന്നെ അതേപോലെ ഈ വാൾ ഇതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കണ്ടേ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു 5 സെന്റിമീറ്റർ ഇങ്ങനെ ഈ സൈഡിലേക്കും കൂടി ആ 2 വാളിലേക്കും കൂടി കയറി നിൽക്കുന്നുണ്ടാവും ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട്. അത് ഇതേ ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഇതാ കണ്ടോ. ഓക്കെ, അപ്പോ ശരിക്കും ബാഫിൾ വാളിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 90 + 5 + 5 ആയിരിക്കും. ഓക്കെ, ഇതിൽ വേണേ ഒന്നും കൂടി കാണിക്കാം നമുക്ക്. ഇതിപ്പം ഇതാണ് നമ്മുടെ ബാഫിൾ വാള്, പ്ലാനിൽ കാണിച്ചിട്ടുണ്ട്. ഇപ്പൊ നമുക്കറിയാവുന്ന പോലെ അതിന്റെ ഇന്നർ ലെങ്ത് എന്ന് പറയുന്നത് 90 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പം ഇത് വാളിലേക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് എന്തായിട്ടുണ്ടാവും, ഒരു 5 സെന്റിമീറ്റർ ഈ വാളിലേക്ക് കയറി നിൽക്കുന്നുണ്ടാവും. എങ്കിലല്ലേ ആ ഒരു വാളിന് അതിൽ കറക്റ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. ഇതേപോലെ ഒരു 5 സെന്റിമീറ്റർ ഈ സൈഡിലേക്കും 5 സെന്റിമീറ്റർ ഇങ്ങനെ താഴേക്കും കൂടി ഉണ്ടാവും. അപ്പം 90 + 5 + 5 മൊത്തം നമുക്ക് ബാഫിൾ വാളിന്റെ ലെങ്ത് 1 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ബാഫിൾ വാളിന്റെ ലെങ്ത് എടുക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് അതിന്റെ ബ്രെഡ്ത്ത് ആണ്. അത് നമുക്ക് ഫിഗറിൽ തന്നിട്ടുണ്ട്, 4 സെന്റിമീറ്റർ എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ കാണിച്ചിരിക്കുന്നുണ്ടോ, 4 സെന്റിമീറ്റർ ആണ്. മീൻസ് ഇതിലെടുക്കുമ്പോൾ കാണിച്ചു തരാം. അതിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് വിഡ്ത്തിൽ എഴുതാം 4 സെന്റിമീറ്റർ ആയതുകൊണ്ട് അതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 0.04 മീറ്റേഴ്സ്. ഇനി നമുക്ക് വേണ്ടത് ഹൈറ്റ് ആണ്. ഓക്കെ, അപ്പൊ ബാഫിൾ വാളിന്റെ ഹൈറ്റ് കാണിച്ചിരിക്കുന്നേ നമുക്ക് നോക്കുമ്പോൾ കാണാം, കുറച്ച് പോർഷൻ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടാണ് നിൽക്കുന്നത്, കുറച്ച് പോർഷൻ അതിന്റെ മുകളിലേക്കും ഉണ്ട്. അപ്പൊ മൊത്തം ലെങ്ത് നമ്മൾ എടുക്കണം. അപ്പൊ ഫിഗറിൽ നമുക്ക് താഴേക്കുള്ള ലെങ്ത് 40 തന്നിട്ടുണ്ട്, ലിക്വിഡിന്റെ താഴേക്ക് 40 ഉണ്ട്, ലിക്വിഡിന്റെ മുകളിലേക്ക് 15 സെന്റിമീറ്റർ ഉണ്ട്. അങ്ങനെ നിൽക്കുന്നു. അപ്പൊ മൊത്തം അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, 30 + 15 = 45 സെന്റിമീറ്റർ ആയിരിക്കും. ഈ ഒരു ഹൈറ്റും ഇത് നമുക്ക് ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്, കണ്ടോ. ഇവിടെ 30 സെന്റിമീറ്ററും ഇവിടേക്ക് ഒരു 15 സെന്റിമീറ്ററും ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അതാണ് ബാഫിൾ വാളിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് 45 സെന്റിമീറ്റർ ആണ് രണ്ടും കൂടി സം ചെയ്യുമ്പോൾ. അപ്പോൾ 0.45 meters and total quantity equal to 0.018 cubic meters. Okay,
ഇപ്പൊ നമ്മൾ എല്ലാം കണ്ടുപിടിച്ചു. സെപ്റ്റിക് ടാങ്കിന്റെ റൂഫ്, സോക്ക് പിറ്റിന്റെ റൂഫ്, പിന്നെ ബാഫിൾ വാള്, അതെല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ടോട്ടൽ ക്വാണ്ടിറ്റി നമ്മൾ ആഡ് ചെയ്ത് എഴുതണം. ഓക്കെ, സോ ടോട്ടൽ ഈക്വൽ ടു എല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് 0.367 ക്യൂബിക് മീറ്റേഴ്സ് എന്ന് കിട്ടും. ഓക്കെ, അതായിരിക്കും എന്ത് ഇതിന്റെ ഒരു ടോട്ടൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ദെൻ ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് 7ാമത്തേതാണ് 12 mm സിമെന്റ് പ്ലാസ്റ്റർ. അപ്പൊ നമുക്കറിയാം നമ്മൾ ബ്രിക്ക് വർക്ക് ചെയ്തു അല്ലെ. ഇപ്പൊ ഫിഗറിൽ നോക്കുകയാണെങ്കിൽ ഈ ബ്രിക്ക് വർക്ക് ചെയ്തു. അതിന്റെ ഇന്നർ പോർഷൻ നമ്മൾ ഇനി എന്താണ്? പ്ലാസ്റ്ററിങ് ചെയ്യണം. ഇല്ലെങ്കിൽ എന്താ പറ്റുക? ലിക്വിഡ് അല്ലേ വരുന്നത്. അപ്പൊ എന്താണെങ്കിലും ഇന്നർ പോർഷൻ നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യണം. അപ്പൊ പ്ലാസ്റ്ററിങ് ആണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ്. അതും രണ്ട് രീതിയിലുണ്ട്. അപ്പം ആദ്യത്തേത് എഴുതാം 12 mm സിമെന്റ് പ്ലാസ്റ്റർ 1:3 വിത്ത് സ്റ്റാൻഡേർഡ് വാട്ടർ പ്രൂഫിംഗ് കോമ്പൗണ്ട് ഇൻ സെപ്റ്റിക് ടാങ്ക്. ഓക്കെ, 12 mm സിമെന്റ് പ്ലാസ്റ്റർ ആണ് ചെയ്യുന്നത്. അപ്പൊ അതിന് ലോങ് വാളും ഉണ്ട്, ഷോർട്ട് വാളും ഉണ്ട്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം? ഇനി അടുത്തത് നമ്മുടെ ഫിഗർ എടുക്കാം. ഇന്നർ പോർഷൻ ആണ് നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യുന്നത്. ഓക്കെ, പുറത്ത് നമ്മൾ ചെയ്യുന്നില്ലല്ലോ, കാരണം നമ്മൾ എക്സ്കവേഷൻ അല്ലേ ചെയ്യുന്നത്. അപ്പം ഉള്ളിലത്തെ ഭിത്തിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ പ്ലാസ്റ്ററിങ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് നമ്മൾ എക്സ്കവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു പോർഷൻ. അപ്പൊ അതിന്റെ ഉള്ളിലുള്ള ഈ 4 ഭിത്തിയാണ് നമ്മളിപ്പോ പ്ലാസ്റ്ററിങ് ചെയ്യുന്നത്. അപ്പൊ ഇതേപോലെ നമ്മൾ ലോങ് വാളൊന്നും ഷോർട്ട് വാളൊന്നും ആക്കിയിട്ട് എടുക്കുക. അപ്പൊ ആദ്യത്തേതാണ് ലോങ് വാള്. ഇപ്പൊ നമുക്കറിയാലോ, നമുക്ക് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഫിഗറിന് 2 ലോങ് വാളാണുള്ളത് അല്ലെ. ഇവിടെ ഒരെണ്ണം, അതേപോലെ നമുക്ക് താഴെയും എന്തുണ്ട്? ഒരു ലോങ് വാൾ ഉണ്ട്. അപ്പോ ലോങ് വാളിന്റെ എണ്ണം 2 ആണ്. ഇനി നമുക്ക് വേണ്ടത് അതിന്റെ ലെങ്ത് ആണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇന്നർ സൈഡ് ആണ് നമ്മൾ എന്താണെങ്കിലും പ്ലാസ്റ്ററിങ് ചെയ്യുന്നത്. അപ്പം ഇന്നർ സൈഡിന്റെ ഡയമെൻഷൻ ഈസി ആണ് അല്ലെ. അതിൽ തന്നെ നമുക്ക് തന്നിട്ടുണ്ട്, ഒന്നും കൂട്ടാനും ഒന്നും ഇല്ല. ഇന്നർ സൈഡിന്റെ ലോങ് വാളിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 200 സെന്റിമീറ്റേഴ്സ് ആണ്. അപ്പോൾ ആ ഇന്നർ സൈഡ് അല്ലേ നമ്മളിപ്പോ പ്ലാസ്റ്ററിങ് ചെയ്യുന്നത്. അപ്പൊ ലെങ്ത് എന്ന് പറയുമ്പോൾ 2 meters. ഓക്കെ, പിന്നെ പ്ലാസ്റ്ററിങ് ആണ്. നമുക്കറിയാം പ്ലാസ്റ്ററിങ്ങിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ സ്ക്വയർ ആണ്. അപ്പം അതിന് ബ്രെഡ്ത്ത് ഇല്ല. ഇനി വേണ്ടത് അതിന്റെ ഹൈറ്റ് ആണ്. പ്ലാസ്റ്ററിങ് എത്ര ഹൈറ്റിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഫിഗർ എടുക്കുമ്പോൾ അറിയാം ഇന്നർ വാളിന്റെ ലെങ്ത് ഇപ്പൊ നമ്മൾ എടുത്തു 200 ആണ്. ഇനി നമുക്ക് വേണ്ടത് അതിന്റെ ഹൈറ്റ് ആണ്. എത്ര ഹൈറ്റിലാണ് നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യുന്നത് അത് നമുക്കറിയാലോ. ഈ ഒരു ഭിത്തിന്റെ ഫുൾ ഹൈറ്റിൽ നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്തു പോകും അല്ലെ. അപ്പൊ നമ്മൾ ഫിഗർ എടുക്കാം. ഫിഗറിൽ നമുക്ക് ഡയമെൻഷൻ തന്നിട്ടുണ്ടല്ലോ. ഈ താഴെന്ന് വാട്ടറിന്റെ ഇവിടെ വരെയുള്ള ഡയമെൻഷൻ എന്ന് പറയുന്നത് 140 ആണ്. 140 പ്ലസ് പിന്നെ എന്തുണ്ട്? ഇവിടുന്ന് ഈ ലിക്വിഡ് ലെവലിന്റെ ഇവിടുന്ന് റൂഫിന്റെ ഇവിടെ വരെ ഒരു 30 സെന്റിമീറ്ററും കൂടി ഉണ്ട്. ഈ പോർഷനിൽ നമുക്ക് വാള് വരുന്നില്ല, ഇതേ കണ്ടോ. അപ്പൊ അവിടെയും നമുക്ക് എന്ത് ചെയ്യണം? പ്ലാസ്റ്ററിങ് ചെയ്യണം. അപ്പൊ നമ്മൾ മൊത്തം ആ ഒരു ഹൈറ്റ് വേണം എടുക്കാൻ. 140 പ്ലസ് 30 ഈക്വൽ ടു 170. 170 ആണ് നമ്മുടെ പ്ലാസ്റ്ററിങ് ചെയ്യുന്ന ഹൈറ്റ്. ഓക്കെ, മൊത്തം ഈ വാൾ ഹൈറ്റ്. അപ്പം എന്ത് ചെയ്യാം? ഹൈറ്റ് എഴുതാം. 140 പ്ലസ് 30 ഈക്വൽ ടു 1.70 meters. ഓക്കെ, ഇപ്പൊ രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ക്വാണ്ടിറ്റി കിട്ടും. ക്വാണ്ടിറ്റി ഈക്വൽ ടു 6.80 മീറ്റർ സ്ക്വയർ ആണ്. യൂണിറ്റ് മറക്കരുത്. പ്ലാസ്റ്ററിങ് ആണ് ചെയ്തേക്കുന്നത്. നമ്മളിപ്പം അതും ഇതേപോലെ ശ്രദ്ധിച്ചിട്ട് വേണം എഴുതാൻ. ഒറ്റയടിക്ക് ലെങ്ത് ബ്രെഡ്ത്ത് ഹൈറ്റ് കൊടുത്തു പോവരുത്. പ്ലാസ്റ്ററിങ് ആണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഫിഗർ നോക്കുമ്പോൾ തന്നെ കാണാലോ നമുക്ക് വേണ്ടത് ഇതിന്റെ ലെങ്ത്തും ഈ ഹൈറ്റും ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ അത് ചെയ്തു. അതായത് ലോങ് വാളിന്റെ ആണ് ഇപ്പൊ ചെയ്തത്. അതേപോലെ ഷോർട്ട് വാൾ ചെയ്യാം. അപ്പോൾ നമുക്കറിയാം ഷോർട്ട് വാളിന്റെ എണ്ണവും 2 ആണ്. ഇനി വേണ്ടത് അതിന്റെ നീളമാണ്. അപ്പൊ നമുക്കറിയാലോ
ഷോർട്ട് വാളിന്റെ നീളം എത്രയാ? 90. ഇവിടുന്ന് ഇവിടെ വരെ 90 സെന്റിമീറ്റേഴ്സ് ആണ് അല്ലേ? അപ്പൊ നമുക്കത് അവിടെ എഴുതാം. ലെങ്ത് is equal to 0.90 മീറ്റർ. ബ്രെഡ്ത്ത് ഇല്ല. ഇനി വേണ്ടത് ഹൈറ്റ്. ഷോർട്ട് വാളിനും ആ സെയിം ഹൈറ്റ് തന്നെയല്ലേ? അതായത് നമ്മളിപ്പം ചെയ്യുവാണെങ്കിൽ ഈ 4 ഭിത്തിന്റെയും ഉള്ളിൽ ചെയ്യുന്നുണ്ട്, ഒരേ ഹൈറ്റിലല്ലേ നമ്മൾ ചെയ്യുക. ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന റൂം തന്നെ ആലോചിച്ചാൽ മതി. 4 ഭിത്തി ചെയ്യുന്നുണ്ട്, അതിന് ലോങ് വാളും ഷോർട്ട് വാളും ആ ഫുൾ ഹൈറ്റിൽ നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യും അല്ലേ? അപ്പൊ അതിന്റെ ഹൈറ്റും എത്രയായിരിക്കും? 1.70 തന്നെ ആയിരിക്കും. 1.70 meter and quantity equal to 3.06 meter square. ഓക്കെ, അപ്പൊ അത് രണ്ടും കിട്ടി. ഇനി നമുക്ക് എന്ത് എഴുതാം? ടോട്ടൽ ക്വാണ്ടിറ്റി നമുക്ക് എഴുതാം. സോ ടോട്ടൽ ഈക്വൽ ടു രണ്ടും കൂടി കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 9.86 മീറ്റർ സ്ക്വയർ. ഓക്കെ, അതാണ് നമ്മുടെ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് 12 mm സിമെന്റ് പ്ലാസ്റ്ററിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ എക്സ്പ്ലനേറ്ററി നോട്ടിൽ എഴുതിക്കൊള്ളൂ കേട്ടോ, ഇന്നർ ഫേസ്. കാരണം നമ്മൾ പ്ലാസ്റ്ററിംഗ് ചെയ്യുന്നത് ഇന്നർ ഫേസിൽ മാത്രമാണ്. അതുകൊണ്ടാണ് ഇവിടെ ലെങ്ത് 2.9 തന്നെ എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ഐറ്റം ആണ്, 8ാമത്തെ ഐറ്റം ആണ് 20 mm സിമെന്റ് പ്ലാസ്റ്റർ 1:3 with a standard waterproofing compound in floor of septic tank. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ ചെയ്തത് എന്ന് പറയുന്നത് സെപ്റ്റിക് ടാങ്കിന്റെ വാളിന്റെ പ്ലാസ്റ്ററിംഗ് ആയിരുന്നു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് ഫ്ലോറിലും നമ്മൾക്ക് സിമെന്റ് ഇടണ്ടേ? അപ്പോ അവിടെ നമ്മൾ ചെയ്യുന്നത് 20 mm പ്ലാസ്റ്ററിംഗ് ആണ്. വാളിൽ നമ്മൾ ചെയ്തത് 12 mm പ്ലാസ്റ്ററിംഗ് ആണ്. ഓക്കെ, അപ്പൊ ഫ്ലോറിലാണ് നമ്മൾ 20 mm സിമെന്റ് പ്ലാസ്റ്റർ കൊടുക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഒറ്റ ഫ്ലോർ അല്ലേ ഉള്ളൂ, അപ്പൊ നമ്പർ 1 ആണ്. പിന്നെ ഇനി നമുക്ക് വേണ്ടത് എന്താ? ഫ്ലോറിന്റെ ഏരിയ എന്ന് പറയുമ്പോ ഇതാ ഇന്നർ പോർഷൻ തന്നെ അല്ലേ? ഇപ്പൊ നമ്മൾ മണ്ണെടുത്തു, ചുറ്റും ഇതേപോലെ വാള് കെട്ടി, അതിന്റെ ഉള്ളില് ഈ വേക്കന്റ് ആയി കിടക്കുന്ന പോർഷൻ ആണ് നമ്മൾ പ്ലാസ്റ്ററിംഗ് ചെയ്യുന്നത്. അതിന്റെ ഏരിയ ആണ് അപ്പൊ വേണ്ടത്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ? 200 × 90. ഓക്കെ, അപ്പം ഇതിൽ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഉള്ളിലത്തെ പോർഷനിലാണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പം ഈ ഉള്ളിലത്തെ പോർഷന്റെ ഏരിയ, അത്രയും ഏരിയയിലാണ് നമ്മൾ ഫ്ലോറിൽ സിമെന്റ് പ്ലാസ്റ്ററിംഗ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് അവിടുത്തെ ഡയമെൻഷൻസ്. ഇപ്പൊ നമുക്കറിയാലോ ലെങ്ത് 2 മീറ്റർ തന്നെയാണ്. ആൻഡ് ഫ്ലോർ ആയതുകൊണ്ട് അതിന് ഹൈറ്റ് അല്ല വരിക, ബ്രെഡ്ത്ത് ആണ് വരിക. ഓക്കെ, അപ്പൊ അതിന്റെ ബ്രെഡ്ത്ത് നമുക്കറിയാം 90 സെന്റിമീറ്റർ അല്ലേ? ഇപ്പൊ 0.90 മീറ്റർ. അതിന് ഹൈറ്റ് ഉണ്ടാവില്ല അല്ലെ? നമുക്ക് ഫ്ലോർ നോക്കുമ്പോൾ തന്നെ അറിയാലോ, നമുക്ക് ഫ്ലോറിന് നമ്മൾ ഹൈറ്റ് എടുക്കുന്നില്ലല്ലോ. ഫ്ലോറിന്റെ ഏരിയ കാണാൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് എടുക്കുന്നത്. അപ്പൊ നമുക്ക് അതിന് ഹൈറ്റ് ഇല്ല. അപ്പോൾ ടോട്ടൽ ക്വാണ്ടിറ്റി ഈക്വൽ ടു 1.80 മീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത് രണ്ടും കൺഫ്യൂഷൻ ആയി പോവരുത്. കാരണം ഇവിടെ നമ്മൾ എടുത്തത് ലെങ്ത്തും ഹൈറ്റും ആണ്. കാരണം എന്താ, നമ്മൾ വാളാണ് എടുക്കുന്നത് അല്ലെ? നമുക്ക് നമ്മൾ തന്നെ ഇരിക്കുന്ന റൂം നോക്കുമ്പോൾ കാണാം, നമ്മൾ വാളാണ് പ്ലാസ്റ്റർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് വേണ്ടത് വാളിന്റെ ലെങ്ത്തും പിന്നെ വാളിന്റെ ഫ്ലോർ ലെവലിൽ നിന്ന് റൂഫ് വരെയുള്ള ഹൈറ്റും ആണ്. ഓക്കെ, അതുകൊണ്ടാണ് അവിടെ അങ്ങനെ എടുത്തത്. പിന്നെ അടുത്ത പോർഷൻ എന്ന് പറയുന്നത് ഫ്ലോർ ആണ്. ഇപ്പൊ ഫ്ലോറും നമ്മൾ നേരെ നിലത്ത് നോക്കിയാൽ മതി. നമുക്ക് ഫ്ലോറിന്റെ മൊത്തം ഒരു ഏരിയ, ഫ്ലോറിങ്ങിന്റെ പ്ലാസ്റ്ററിങ്ങിന്റെ ഏരിയ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? ഫ്ലോറിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും നോക്കണം. അപ്പൊ ഇത് രണ്ടും ശ്രദ്ധിക്കണം, മാറിപ്പോവരുത്. ഓക്കെ, അപ്പൊ ഇനി ഇതിന് കുറച്ചും കൂടി ബാക്കിയുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.